ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട, പ്രതികളിൽ നിന്നും എയർ ഗണ്ണും കണ്ടെത്തി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ ചെമ്പുത്ര കോഫി ഹൗസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. 4 യുവാക്കളെ PG പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ കൊടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണങ്കുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടനെയാണ് ശിക്ഷിച്ചത്. ഫംഗസ് ബാധ കപ്പകൃഷി പൂർണ്ണമായും നശിപ്പിച്ചിട്ടും തളരാതെ ഫംഗസിനെ തോൽപ്പിച്ച് പൊന്നു വിളയിക്കാനൊരുങ്ങി പുലാനിയിൽ കർഷകൻ. മേലൂർ പുലാനി കൊളക്കാട്ടി വീട്ടിൽ ശിവരാജനാണ് ഫംഗസിന്റെ പ്രതിരോധത്തിൽ തളരാതെ വീണ്ടും കപ്പകൃഷി ചെയ്യുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട, പ്രതികളിൽ നിന്നും എയർ ഗണ്ണും കണ്ടെത്തി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ ചെമ്പുത്ര കോഫി ഹൗസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന 4 യുവാക്കളെ PG പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ മാണിക്യത്തൊടി ആകർഷ്, പാവറട്ടി ഇടിയഞ്ചിറ റാഷിഖ്, ഗുരുവായൂർ സ്വദേശി ഫാസിൽ, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ, കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 4 യുവാക്കളെ PG പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ മാണിക്യത്തോട് സ്വദേശി ആകർഷ്, പാവറട്ടി ഇടിയഞ്ചിറ സ്വദേശി റംഷിഖ്, ഗുരുവായൂർ സ്വദേശി ഫാസിൽ, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കഞ്ചാവും MDMഉം കടത്തുന്നുണ്ട് എന്ന രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് ചെമ്പൂത്ര കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന 4 പ്രതികളെ പോലീസ് പിടികൂടിയത്. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചു വരുത്തി പ്രതികളുടെ കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി നടത്തിയ തിരച്ചിലിലാണ് കഞ്ചാവും തോക്കും കണ്ടെത്തിയത്. MDMA ഉപയോഗിച്ചതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ കൊടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണങ്കുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ ശിക്ഷിച്ചത്. KPMS കണ്ണങ്കുഴി ശാഖാ സെക്രട്ടറിയും കണ്ണങ്കുഴി ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന കണ്ണങ്കുഴി താളാട്ട് TC പ്രദീപ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. 2020 ഫെബ്രുവരി 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഫെബ്രുവരി 13-ന് പ്രതിയായ ജിനേഷും കൊല ചെയ്യപ്പെട്ട പ്രദീപും കേസിലെ 1-ാം സാക്ഷിയും തമ്മിലുണ്ടായ കലഹമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പിറ്റേന്ന് പുലർച്ചെ പ്രദീപ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണങ്കുഴി പാലത്തിന് സമീപം ബൈക്കിൽ വരികയായിരുന്ന പ്രദീപിനെ ജിനേഷ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിരപ്പള്ളി സബ് ഇൻസ്പെക്ടർ ആയിരുന്ന PD അനിൽകുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുകയും തുടർന്ന് അന്വേഷണം ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിന്റ് ഏറ്റെടുക്കുകയും ഇൻസ്പെക്ടർ ആയ ഷിജു കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റുമാരായ ജെയിംസ് PA, അൽജോ P ആന്റണി, എബിൻ ഗോപുരൻ, സൗമ്യ TG എന്നിവർ ഹാജരായി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഫംഗസ് ബാധ കപ്പകൃഷി പൂർണ്ണമായും നശിപ്പിച്ചിട്ടും തളരാതെ ഫംഗസിനെ തോൽപ്പിച്ച് പൊന്നു വിളയിക്കാൻ ഒരുങ്ങി പുലാനിയിൽ കർഷകൻ. മേലൂർ പുലാനി കൊളക്കാട്ടി വീട്ടിൽ ശിവരാജനാണ് ഫംഗസിന്റെ പ്രതിരോധത്തിൽ തളരാതെ വീണ്ടും കപ്പകൃഷി ചെയ്യുന്നത്. കനത്ത നഷ്ടം സംഭവിച്ചതോടെ മറ്റ് കർഷകരെല്ലാം കപ്പകൃഷിയിൽ നിന്നും പിന്മാറിയപ്പോൾ പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശിവരാജൻ. വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചെങ്കിലും ഇതുകൊണ്ടൊന്നും കപ്പകൃഷിയിൽ നിന്നും പിന്മാറാൻ ശിവരാജൻ തയ്യാറല്ല. ഫംഗസ് ബാധയെ തുടർന്ന് നശിച്ച കപ്പകളെല്ലാം കൃഷിയിടത്ത് നിന്നും നീക്കം ചെയ്ത് വീണ്ടും കൃഷിയിടമൊരുക്കി. മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ പരീക്ഷണം. 1 കിലോ സുഡോമോണസ് 50 ലിറ്റർ വെള്ളത്തിൽ കലക്കി കപ്പത്തണ്ട് ഈ ലായനിയിൽ 10 മിനിറ്റ് മുക്കിവെച്ചാണ് ഇപ്പോൾ കൃഷിയിടത്ത് കപ്പത്തണ്ടുകൾ നട്ടിരിക്കുന്നത്. ഇതിന് ഫംഗസ് ബാധയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. കനത്ത നഷ്ടം സംഭവിച്ചതോടെ മറ്റു കർഷകരെല്ലാം കപ്പ കൃഷിയിൽ നിന്നും പിന്മാറിയപ്പോൾ പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശിവരാജൻ. പൂലാനി കൊമ്പിച്ചാൽ പാടശേഖരത്താണ് കഴിഞ്ഞ വർഷം ഫംഗസ് ബാധ കണ്ടത്.
തുടർന്നാണ് കർഷകർ കരഭൂമിയിലേക്ക് കപ്പ കൃഷി മാറ്റിയത്. എന്നാൽ കരഭൂമിയിലും ഫംഗസ് ബാധിച്ചു. നേന്ത്രക്കായ്ക്ക് പുറമെ കപ്പ പെരുമയിലും മേലൂർ പ്രസിദ്ധമാണ്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ഒരാൾക്ക് പരിക്ക്. ചൗക്ക സ്വദേശി 24 വയസ്സുള്ള നിവേദാണ് മരിച്ചത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശി രാഹുലിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി എലിഞ്ഞിപ്ര കനാൽ പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നിവേദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കണ്ടണശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ പ്രവർത്തിക്കുന്ന ചിരാഗ് ഫുഡ് ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ ചിരാഗ് പ്യുവർ കൗഗി എന്ന ഉൽപ്പന്നത്തിന്റെ വിൽപ്പന നിരോധിച്ചതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ് അറിയിച്ചു. മണലൂർ, ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ലേബലില്ലാതെ ടിന്നുകളിൽ സൂക്ഷിച്ച നെയ്യ് പിടിച്ചെടുത്തു. സാമ്പിളുകളുടെ പരിശോധനയിൽ നെയ്യോടൊപ്പം എണ്ണയും കലർത്തിയതായി കണ്ടെത്തി. സ്ഥാപനത്തിൽ നിന്നും 77.6 കിലോഗ്രാം പാക്ക് ചെയ്ത ബോട്ടിലുകളും ടിന്നുകളിൽ സൂക്ഷിച്ച 27.9 കിലോഗ്രാം നെയ്യും പിടിച്ചെടുത്തു. ദേശീയപാത കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് കയറി. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. എൽത്തുരുത്ത് കുന്നുംപുറം കുരിയപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയാണ് തകർന്നത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് ബാബുവും കുടുംബാംഗങ്ങളും പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. അപകടത്തിൽ വീട്ടിലെ ടിവിയും കസേരകളും നശിച്ചു. മാള ഉപജില്ലയിലെ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി പുത്തഞ്ചിറ GVHS സ്കൂളിൽ വിത്ത് ബോൾ നിർമ്മാണം നടന്നു. മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ ചൂടിൻ്റെ ആധിക്യം? മനസ്സിലായില്ല? എല്ലാവരും നന്നായി അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ മഴ പെയ്തു തുടങ്ങിയ പ്രളയം, നമ്മുടെ കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച പഠനങ്ങളൊക്കെ നടത്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. മരങ്ങളെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം, മരങ്ങൾക്കുള്ള പ്രാധാന്യം അത് മനസ്സിലാക്കി നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ട മുൻകൈ എടുക്കണം ഈ വർഷം. അതാണ് നമ്മുടെ വിത്ത് ബോൾ നിർമ്മാണം എന്ന് പറയുന്ന ഈ പ്രക്രിയ. ഇതിൽ വിത്ത് ബോൾ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വേണ്ട ഒരു നീക്കണത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് VK റാഫി, ഹെഡ് മിസ്ട്രസ് MA മറിയം, PTA പ്രതിനിധി PG വിജയരാഘവൻ എന്നിവർ സംബന്ധിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പിനോട് അനുബന്ധിച്ച് ആളൂർ RMHSS സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മൂകാഭിനയവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട പിങ്ക് പോലീസ് KR സീമ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പാൾ TJ ലൈസൺ, PTA പ്രസിഡന്റ് MV രാജീവ്, MPTA പ്രസിഡന്റ് ലവ്ലി ജോർജ്, പിങ്ക് പോലീസ് PC സാവിത്രി, അധ്യാപികയായ KR ശ്രുതി, ജൂബി മാത്യു എന്നിവർ പങ്കെടുത്തു. പുല്ലൂറ്റ് നാരായണമംഗലത്ത് 250 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് 38 ലക്ഷം രൂപ ചെലവിൽ കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കുന്ന പദ്ധതി എത്രയും വേഗം ആരംഭിക്കുമെന്ന് ഭാരവാഹികളായി ചുമതലയേറ്റ പ്രസിഡന്റ് TL സത്യൻ, സെക്രട്ടറി MA ജോഷി എന്നിവർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസിന് ഈ വർഷം തന്നെ ഒരു മെഷീൻ വാങ്ങി നൽകും. ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. T രാജൻ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ്, R മോഹൻകുമാർ, മേജർ ജനറൽ P വിവേകാനന്ദൻ, PC ബോസ്, KS പ്രവീൺ ലാൽ എന്നിവർ സംസാരിച്ചു. മുക്കാട്ടുകരയിലെ SSLC+2 ഉന്നത വിജയികളെ രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബ്ബ് അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ക്ലബ് പ്രസിഡന്റ് CD സബീഷ് അധ്യക്ഷത വഹിച്ചു. ഷാജു ചിറയത്ത്, ജോൺ C ജോർജ്, ജോസ് കുന്നപ്പള്ളി, ജെൻസൺ ജോസ്, കാക്കശ്ശേരി വിൽസൺ, ജോസ് പ്രകാശ് എന്നിവർ സംസാരിച്ചു. ഏറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷന്റെയും മണപ്പാട് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന്റെ മുൻ ചീഫ് അഡ്വൈസർ PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PK മുഹമ്മദ്, PH നാസർ, സീനിയർ അലുമിനസ് ഡോക്ടർ മുഹമ്മദ് റഷീദ്, സ്കൂൾ പ്രിൻസിപ്പാൾ സ്മിത, പ്രധാനാധ്യാപിക ലാലി ആന്റണി, PTA പ്രസിഡന്റ് TK റാഫി, LP വിഭാഗം പ്രധാനാധ്യാപകൻ നസീർ എന്നിവർ സംസാരിച്ചു. ലണ്ടൻ ഹാൻകോ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തി കൂടിയായ PK മുഹമ്മദിനെയും പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ ട്രഷറർ KA ഖദീജ ബി PK മുഹമ്മദിനെ പരിചയപ്പെടുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഴീക്കോട് പേ ബസാർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും അനുമോദന സമ്മേളനവും നടന്നു. അഴീക്കോട് പുത്തൻപള്ളി 4 സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് പേ ബസാർ യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ ചള്ളിയിൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും നടത്തി. ജില്ലാ സെക്രട്ടറി KA നജാഹ് മുഖ്യാതിഥിയായിരുന്നു. അബ്ബാസ് പള്ളിപ്പാടത്ത്, AK രാമകൃഷ്ണൻ, AM കമറുദ്ദീൻ, സച്ചിദാനന്ദൻ, CC അനിത, വിനോദ് കക്കറ, P സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട, പ്രതികളിൽ നിന്നും എയർ ഗണ്ണും കണ്ടെത്തി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ ചെമ്പുത്ര കോഫി ഹൗസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. 4 യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ ഒടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണങ്കുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടനെയാണ് ശിക്ഷിച്ചത്. ഫംഗസ് ബാധ കപ്പകൃഷി പൂർണ്ണമായും നശിപ്പിച്ചിട്ടും തളരാതെ ഫംഗസിനെ തോൽപ്പിച്ച് പൊന്നു വിളയിക്കാനൊരുങ്ങി പുലാനിയിൽ കർഷകൻ. മേലൂർ പുലാനി കൊളക്കാട്ടി വീട്ടിൽ ശിവരാജനാണ് ഫംഗസിന്റെ പ്രതിരോധത്തിൽ തളരാതെ വീണ്ടും കപ്പകൃഷി ചെയ്യുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.